നമസ്കാരം. ഞാൻ ഡോക്ടർ റൂബിൻ മേരി, കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 2024 ജനുവരി 10 തീയതിയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ചാർജ് ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ ഈ ദിവസം വരേക്കും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞ സേവനം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ല മുതൽക്കൂട്ടായിരുന്നു. ജീവനക്കാരുടെ സഹകരണം അതിന് മേലെ പറയാൻ തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജീവനക്കാരും ഒരുപോലെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 1,58,50,000 രൂപയുടെ വരുന്ന പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് മുഖേന നമുക്ക് സ്ഥാപനത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്ഥാപനം വഴി നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ, നമ്മുടെ ജീവനക്കാർ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഇത്രയും ഈ ടൗണിലെ നടുഭാഗത്തായിട്ടുള്ള ഈ ആശുപത്രിയിൽ പോലും ഈ ഉള്ള സ്ഥലത്ത് കൃഷി ഉൾപ്പെടെ ഞങ്ങൾ മൈക്രോ ഗ്രീൻ ആയിട്ട് ബന്ധപ്പെട്ട് മുതിര, ചെറുപയർ, കടുക് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ വാഴ, പിന്നെ ചീര, അങ്ങനത്തെ കൃഷികൾ ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പരിസരത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് ജീവനക്കാരും നമ്മുടെ ആശുപത്രിയിലെ രോഗികൾക്കും ഉൾപ്പെടെ നമ്മളത് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് BAMS കഴിഞ്ഞ് MD ഓർത്തോ കഴിഞ്ഞ് MBBS കഴിഞ്ഞ ഡോക്ടർ ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മർമ്മ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, ഓർത്തോയുടെ വിഭാഗമായിട്ട് വരുന്ന മർമ്മ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്, സേവനം ലഭ്യമാണ്. പിന്നെ കണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി ഡോക്ടറുണ്ട്, സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പഞ്ചകർമ്മത്തിൻ്റെ 2 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. പിന്നെ അത്യാവശ്യം ജീവനക്കാർ ആവശ്യത്തിന് തന്നെ ഈ സ്ഥാപനത്തിലുണ്ട്. പിന്നെ ഒരു കുറവെന്ന് പറയാനായിട്ട് തെറാപ്പിസ്റ്റുമാരുടെ കുറവാണ്. അത് മെയിൽ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റിന് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനായിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ സ്ഥാപനത്തിലുള്ള ഒരു കുറവെന്ന് പറയാൻ വെള്ളത്തിൻ്റെ ലഭ്യത കാലങ്ങളായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ജില്ലാ പഞ്ചായത്ത് ഇപ്രാവശ്യം അതിന് പ്രതിവിധി ഉറപ്പായിട്ടും ഉണ്ടാക്കുമെന്ന് വാക്ക് തന്നിട്ടുള്ളതാണ്. പിന്നൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതിൻ്റെ പ്രോജക്റ്റ് ഈ വർഷം തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യും, നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ പദ്ധതികൾ കൂടെ നിലവിൽ വരുമ്പോൾ ഇവിടുത്തെ അത്യാവശ്യം എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഇനി ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ബഹുനില കെട്ടിടം ആവശ്യമാണ്. കാരണം ടൗണിൽ നടുകിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഭാവിയിലെ കൂടുതൽ വികസനങ്ങൾക്ക് ഒരു 4 നില 5 നില വരുന്ന ഒരു കെട്ടിട സംവിധാനം ഇവിടെ വരേണ്ടത് ആവശ്യമാണ്. അതിനും ജില്ലാ പഞ്ചായത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ആശുപത്രി വികസന സമിതിയുണ്ട്. അതിലെ അംഗങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒത്തൊരുമയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ജീവനക്കാരുടെയും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും ഇനി ഒന്നും കൂടെ നാഷണൽ ആയുഷ് മിഷൻ ജീവനക്കാരെയും മറ്റു സൗകര്യങ്ങളും നൽകി നമ്മുടെ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. നേത്ര ചികിത്സയിൽ ഏകദേശം ഏറ്റവും അവസാനമായിട്ട് ഏകദേശം 35 ലക്ഷം രൂപ വരുന്ന നേത്ര ചികിത്സ പരിശോധനാ ഉപകരണങ്ങൾ നാഷണൽ ആയുഷ് മിഷൻ നൽകിയിട്ടുണ്ട്. അത് നേത്രരോഗികൾക്ക് പരിശോധനയ്ക്ക് കൂടുതൽ നമ്മുടെ ആശുപത്രിക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട്. ഇത്തരത്തിൽ കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ ഇവിടെ നമ്മളതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓൺലൈനിലുണ്ട്. പിന്നെ സ്കാൻ ആൻഡ് ഷെയർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ OPയിൽ വലിയ തിരക്കില്ലാതെയും രോഗികൾക്ക് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാലം കൊണ്ട് ഈ ഏകദേശം 1 വർഷവും 5 മാസവും കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം എത്തിക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. അതിന് ഭാരതീയ ചികിത്സാ വകുപ്പിനും
ജില്ലാ ഭരണകൂടത്തിനും നാഷണൽ ആയുഷ് മിഷനും അതിലേറെ എൻ്റെ പ്രിയപ്പെട്ട ജീവനക്കാർക്കും നന്ദി.